എന്നിട്ട് ലീഗുകാരൊക്കെ ചില പ്രദേശങ്ങളിലൊക്കെ കയറിയിട്ട് പറയാ STPയിൽ പ്രവർത്തിച്ചാല് പോലീസ് വരും, STPയിൽ പ്രവർത്തിച്ചാല് RSS വരും, STPയിൽ പ്രവർത്തിച്ചാല് CPM നട്ടലില്ലാത്ത മുസ്ലിം ലീഗുകാരെ RSS വന്നാൽ, CPM വന്നാൽ, പോലീസ് വന്നാൽ എന്തു ചെയ്യണമെന്ന് കൃത്യമായി നിലപാടുള്ള ഒരു പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഞങ്ങൾ മുസ്ലിം ലീഗുകാരോട് പലപ്പോഴും പറയാറുണ്ട്, ഈ പാർട്ടിയിലേക്ക് വരുന്നതിന് മുമ്പ് പിന്നിലൊന്ന് തൊട്ടു നോക്കുന്നത് നല്ലതാ. നട്ടല് എന്ന് പറയുന്ന ഒരു സാധനമുണ്ടെങ്കിൽ ഈ പാർട്ടിയിലേക്ക് വന്നാൽ മതി എന്ന് ഞങ്ങൾ പലപ്പോഴും മുസ്ലിം ലീഗുകാരോട് പറയാറുണ്ട്. CPMകാരും RSSകാരൊക്കെ വന്നാൽ ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്ന്. പിന്നെ പോലീസ് അത് വലിയൊരു സംഭവമൊന്നുമല്ല. ജയില് അതും വലിയ സംഭവമൊന്നുമല്ല. ബാഫക്കി തങ്ങൾ കടന്ന ജയില്, മഹാത്മാഗാന്ധി കടന്ന ജയില്, അതുപോലെ തന്നെ AKG കടന്ന ജയില്, EMS കടന്ന ജയില്. ഈ ജയിലിൽ പോകാൻ ഞങ്ങൾക്ക് എന്താ മടി? ഒരു പേടിയില്ല. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. ഇതൊക്കെ ഒരു വിപ്ലവ പ്രസ്ഥാനം കടന്നു പോകുമ്പോൾ സ്വാഭാവികമായി ഇതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട് മാത്രമേ ചരിത്രത്തിൽ ഏതൊരു വിപ്ലവ പ്രസ്ഥാനവും ചരിത്രത്തിൽ കടന്നു പോയിട്ടുള്ളൂ. ഇതൊക്കെ ഞങ്ങൾക്കും ഉണ്ടാവുമെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ചിലപ്പോൾ മുസ്ലിമൊക്കെ ചോദിക്കും, എന്താണ് നിങ്ങൾ ചെയ്തത് എന്ന്. ഞങ്ങൾ ചെയ്തത് കൃത്യമായി ഞങ്ങൾ പറയാം. RSSന്റെ ഈ പാനൂർ മേഖലയിലൊക്കെ RSSന്റെ ട്രൗസർ കണ്ടാൽ ഭയപ്പെടുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലം പോയി. RSSന്റെ ട്രൗസർ കണ്ടാൽ ഭയപ്പെടുന്ന ഒരു കാലമില്ല. ആരാ ഉണ്ടാക്കിയത്? മുസ്ലിം ലീഗാണോ കേരളത്തിൽ ഉണ്ടാക്കിയത്? ഞങ്ങൾ പറയുന്നു, ഈ 3 വർഷക്കാലം കൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ചെയ്ത ഏറ്റവും വലിയ പണി RSSന്റെ ട്രൗസർ കണ്ടാൽ ഭയപ്പെടാത്ത ഒരു മുസ്ലിം സമുദായത്തെ കേരളത്തിലുണ്ടാക്കി, കണ്ണൂർ ജില്ലയിൽ ഉണ്ടാക്കി. അതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ചെയ്ത പണി. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഒരുപക്ഷെ അൻവർ അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകനായിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ അൻവർ STPയുടെ പ്രവർത്തകനായിരുന്നുവെങ്കിൽ, അതുപോലെ തന്നെ അബ്ദുൽ ഷുക്കൂർ 2.5 മണിക്കൂർ സമയമാണ് CPMകാർ അബ്ദുൽ ഷുക്കൂറിനെ ബന്ദിയാക്കി വെച്ചത്. എന്നിട്ട് കോഴി അറുക്കുന്ന ലാഘവത്തോടു കൂടിയാണ് ആ ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുപോയി CPMകാർ വയലിൽ വെച്ച് കഴുത്തറുത്തു കൊന്നത്. CPMകാരെ വിചാരോ ഇതിനൊക്കെ വലിയ ധൈര്യം വേണമെന്നാണ്. കാൽവള്ളയിലെ ചുവപ്പ് മാറാത്ത ഒരു ചെറുപ്പക്കാരനെ 100 ആളുകൾ ചേർന്നിട്ട് ബന്ദിയാക്കി. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ആ ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുപോയി ഒരു വയലിൽ കൊണ്ടുപോയി കഴുത്തറുക്കാൻ സഖാക്കളെ വലിയ ചങ്കുറ്റത്തിന്റെയും ധൈര്യത്തിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അതിന് 100 ആളുകളുടെ ആവശ്യമില്ല. ഒരു ചെറിയ ചെക്കനെ കൊല്ലാൻ വേണ്ടി 100 ആളുകൾ. എന്നിട്ട് ആ കേസിൽ നാണയില്ലാതെ P. ജയരാജൻ ജയിലിൽ പോകുക. നാണമില്ലാതെ MLA, നിയമസഭയിൽ വെച്ച് പൊട്ടിക്കരഞ്ഞ MLA, നപുംസക രാഷ്ട്രീയം പറഞ്ഞ MLA TV രാജേഷ് ജയിലിൽ പോവുക. നാണമുണ്ടോ നിങ്ങൾക്ക്? ഇതാണോ രാഷ്ട്രീയം? RSSകാരും വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു 3-4 ആള് കൂടിയിരിക്കുമ്പോ ഒരു 10-100 ആളുകൾ വന്ന് ഇങ്ങനെ ആക്രമിക്കുന്നത് വലിയ സംഭവമാണെന്ന് കരുതിയിട്ട് നടക്കുക RSSകാരെ. പാനൂരിലെ RSSകാരോടാണ് പ്രത്യേകം പറയുന്നത്, അങ്ങനെ വലിയ ആളുകളാണെന്ന് നിങ്ങൾ വിചാരിച്ച് നടക്കൊന്നും വേണ്ട. അത്തരത്തിലുള്ള എന്തെങ്കിലും ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് അവസാനിപ്പിച്ചോളണം. പാനൂരിലെ BMS മതി, പാനൂരിലെ RSS മതി, പാനൂരിലെ ചില പ്രദേശങ്ങളിലൊക്കെ ഞങ്ങൾ മതി എന്ന് തീരുമാനിച്ച് നടക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ RSSകാരെ നിങ്ങൾ ഏത് ചെകുത്താൻകോട്ടയിലേക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കടന്നു വരും. അതിൽ നിങ്ങൾക്ക് ഒരു സംശയമില്ല. നിങ്ങളുടെ തിട്ടൂരത്തിനനുസരിച്ച് നിങ്ങളുടെ സമ്മതം വാങ്ങി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമൊന്നല്ല STP. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. RSSകാർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവും. ചില പ്രദേശങ്ങളിലൊക്കെ കല്യാണം നടത്തണമെങ്കിൽ RSSന്റെ സമ്മതം വേണം, പള്ളി എടുക്കണമെങ്കിൽ RSSന്റെ സമ്മതം വേണം. അങ്ങനെ സമ്മതം വാങ്ങി നടക്കുന്ന നട്ടലില്ലാത്ത ലീഗുകാരൊക്കെ ഉണ്ടാകും. ആ പട്ടികയിൽ നിങ്ങൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയിൽ നിങ്ങൾ പെടുത്തണ്ട. പാനൂരിന്റെ ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയോ? ഞങ്ങൾക്കറിയാം, മുസ്ലിം ലീഗിന്റെ ഒരു കാലത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നിരുന്ന മുസ്ലിം ലീഗിന്റെ ഹരിത പതാക, ആ ഹരിത പതാക RSSന്റെ ഓഫീസിൽ, BJPയുടെ ഓഫീസിൽ കൊണ്ടുപോയി പണയം വെച്ചു. അതിന്റെ തിക്തഫലമാണ് പാനൂരിലെ മുസ്ലിങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കറിയാം, ചില കല്യാണം നടക്കുമ്പോ സംഘടിതമായിട്ട് RSSകാർ വരിക, എന്നിട്ട് ബിരിയാണി നിന്നിട്ട് തിരിച്ചു പോവുക. മുസ്ലിങ്ങൾക്ക് വാഹനം പാർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. വാഹനം പാർക്ക് ചെയ്താൽ അതിന്റെ മുകളിൽ കൊണ്ടുവന്ന് കല്ലുകൊണ്ട് വരയാ. എന്തിനാ RSSകാർ ഇങ്ങനെ നാണംകെട്ട പരിപാടിക്ക് നിൽക്കുന്നത്? ഇതിന് നല്ല നിങ്ങൾക്ക് തൂങ്ങിച്ചാവുന്നതാ. ചില RSSകാരൊക്കെ പല പ്രദേശങ്ങളിൽ തൂങ്ങിച്ചാവുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ അടുത്ത കാലത്ത് ലവ് ജിഹാദ്?
RSSകാർ പറഞ്ഞതാ. RSSകാർ എന്ന് കേൾക്കുമ്പോ ചില ആളുകളൊക്കെ കരുതും ഇവര് മഹാബുദ്ധിമാന്മാരാണ്. പേരൊക്കെ അങ്ങനെയാണല്ലോ. സർസംഘ് ചാലക്, സഹകാര്യവാഹ്, കാര്യകാര്യവാഹ്, മുഖ്യ കാര്യവാഹ്, മുഖ്യ ശിക്ഷക്, ഭൗതിക പ്രമുഖ്. ഇതൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ഇവരൊക്കെ തലയിൽ എന്തോ സാധനങ്ങൾ ഇങ്ങനെ നിറച്ചു വെച്ച് നടക്കുകയെന്ന. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വിവരമില്ലാത്ത കൂപമണ്ഡൂകങ്ങളാ RSSകാർ. എന്തെങ്കിലും കൊണ്ട് നടക്കുന്നതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. 4500 പെൺകുട്ടികളെ മതം മാറ്റി പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോയി എന്നാണ് RSSന്റെ നേതാവ് കുമ്മനം രാജശേഖരൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടാ പറഞ്ഞത്. 4500 പെൺകുട്ടികളെ മതം മാറ്റി മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോയി. പത്രക്കാർ ചോദിച്ചു, കുമ്മനം രാജശേഖര, ഇതേത് വീട്ടിലെ പെൺകുട്ടികളാ? എന്താണ് ഈ കുട്ടികളുടെ അച്ഛന്റെ പേര്? എന്താണ് അമ്മയുടെ പേര്? ഈ കുട്ടികളുടെ പേരെന്താ? പാകിസ്ഥാനിലേക്ക് ഏത് സ്ഥലത്താ കൊണ്ടുപോയത്? ഏത് വണ്ടിയിലാ കൊണ്ടുപോയത്? ഇതൊക്കെ ചോദിച്ചപ്പോ പോലെ അതൊന്നും എന്നോട് ചോദിക്കണ്ട. 4500 പെൺകുട്ടികളെ മതം മാറ്റി കൊണ്ടുപോയിട്ടുണ്ട്. ലവ് ജിഹാദ്, ശശികല ടീച്ചറെയൊക്കെ കണ്ടിട്ടാണല്ലോ ഈ ലവ് ജിഹാദിന് ഇറങ്ങേണ്ടത് അല്ലേ? ലവ് ജിഹാദ് 4500 പെൺകുട്ടികളെ മതം മാറ്റി പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോയി. അതിന് കോടതി അന്വേഷിക്കണം. 4 പ്രാവശ്യം അന്വേഷിച്ചു. പോലീസ് 5 പ്രാവശ്യം അന്വേഷിച്ചു.